ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തത്വമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വരുന്ന ഒരു 3 മാസത്തിന് ഉള്ളിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ എന്താണ് എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ബ്ലെസ്സിങ്സ് എന്താണ്, അതുപോലെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ചാലഞ്ചസ് എന്താണ്, ആ ചാലഞ്ചസിൽ നിന്ന് നിങ്ങൾ എന്ത് ലെസൺസ് ആണ് പഠിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് നമ്മളിവിടെ 3 കാർഡ്സ് വെച്ചിട്ടുണ്ട്. ട്രാവലർ കാർഡാണ് സെലക്ട് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 1, സീർ കാർഡാണ് സെലക്ട് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 2, ആൻഡ് പീസ് കീപ്പർ കാർഡാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 3. ഡീപ്പ് ബ്രീത്ത് എടുക്കുക. അതിന് ശേഷം ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് ഇതിലേത് പിക്ചറിനോടാണ്, ഏത് കാർഡിനോടാണ് അട്രാക്ഷൻ തോന്നുന്നത്, ആ ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്, ജെന്റിൽലെസ് റീഡിംഗ് ആണ്, കൂടാതെ ടൈംലെസ് റീഡിംഗ് ആണ്. അതായത് നിങ്ങൾ ഇത് ഏത് സമയത്താണ് ഈ വീഡിയോ കാണുന്നത്, ആ സമയം തൊട്ട് നിങ്ങൾക്ക് 3 മാസത്തേക്കുള്ള ഒരു എനർജിയാണ് ഈ റീഡിങ്ങിൽ ഉണ്ടാവുക. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഗ്രൂപ്പ് നമ്പർ 1 ട്രാവലർ കാർഡ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗ് ആണ്. യെസ്, ഗ്രൂപ്പ് നമ്പർ 1 ട്രാവലർ കാർഡ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗ് ആണ്. നിങ്ങൾ എന്ത് കാര്യമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു 3 months അട്രാക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ലോൺലിനെസ്. ഐ നോ ദാറ്റ് ഐ ആം നെവർ അലോൺ. ഓക്കെ, നമുക്ക് കൂടുതൽ കാർഡ്സ് എടുക്കാം. അതിനുശേഷം ഓരോന്നായിട്ട് നമുക്ക് റീഡ് ചെയ്യാം. എവറിതിങ്സ് ഓക്കെ. ഓക്കെ, എവല്യൂഷൻ. ഇത് വ്യക്തമായി നിങ്ങൾക്കൊരു സ്പിരിച്വൽ ജേർണി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വാവ്, നിങ്ങളൊരു സെൽഫ് ലവ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് വെരി സൂൺ. നിങ്ങൾ നിങ്ങളെ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഒരു ജേർണി എനിക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ലിബറേഷൻ, സോൾ എവല്യൂഷൻ്റെ ഒരു ജേർണി. നമുക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ എടുക്കാം. ഓക്കെ, 5 of Swords വന്നിട്ടുണ്ട്, 8 of Cups, The Hermit, yes, spiritual journey, 3 of Wands, 5 of Pentacles, Wheel of Fortune. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1 ലോൺലിനെസ്. നിങ്ങൾക്ക് ഈ ലോൺലിനെസ്സും, അതായത് ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുന്നതും സോളിറ്റ്യൂഡും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇവിടെ പൊതുവേ നിങ്ങളുടെ ഒരു സ്പ്രെഡ് നമുക്ക് കാണുന്ന സമയത്ത് ഒരു നഷ്ടബോധം നിങ്ങൾക്ക് വളരെയധികം ഇങ്ങനെ നിഴലിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫിനാൻഷ്യൽ ലോസ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ലോസ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഇമോഷണൽ ലോസ് തന്നെയാണ്. ആ ഒരു ഇമോഷണൽ ലോസ് വന്നപ്പോൾ നിങ്ങൾ ഇപ്പോഴായിരിക്കും പുതിയതായിട്ട് ഈ ഒരു സബ്ജക്റ്റിലേക്കൊക്കെ എൻ്റർ ആയിട്ടുണ്ടാവുക, ടാരറ്റ് റീഡിങ്സ് കാണാനായിട്ട് തുടങ്ങുന്നത്, സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് തുടങ്ങുന്നത്, നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾ സ്വയം മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ വേണമെന്ന് തോന്നിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആയി തീരണമെന്ന് തോന്നിയിട്ടുണ്ടാവും. ഇത്ര നാളും നിങ്ങൾക്ക് ഇല്ലാത്ത ഒരു എവല്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടായി വരുന്നുണ്ട്. അതായത് ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ജീവിതം ആരംഭിക്കുന്നത് എന്ന് പറയാം. നിങ്ങൾ ഈ ഒരു ജേർണിയിൽ ഒറ്റയ്ക്കല്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് വ്യക്തികൾ അതാത് സമയത്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരും. അത് നിയോഗമാണ്. ഡിവൈനായിട്ട് നിങ്ങൾക്ക് വേണ്ട സമയത്ത്, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് വേണ്ട സഹായഹസ്തങ്ങൾ, അതായത് ഇൻഫർമേഷൻസ് ആയിട്ടോ വിസ്ഡം ആയിട്ടോ അതല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ ഒക്കെ ഉള്ള സഹായങ്ങളായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് നിങ്ങൾക്കത് ലഭിക്കും. കാരണം ഇത് നിങ്ങളുടെ നിയോഗപ്പെട്ട ഒരു ജേർണിയാണ്. ദിസ് ഈസ് യുവർ ഡെസ്റ്റൈൻഡ് ജേർണി. ഈ ഒരു ജേർണിയിലേക്ക് എത്താൻ വേണ്ടിയായിരുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ ഇത്രയും കാലം സംഭവിച്ചതെല്ലാം. ഒരു മാട്രിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾ ഇത്രയും നാളും നടന്ന് നീങ്ങിക്കൊണ്ടിരുന്നത് ഇവിടെ എത്താനാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ സന്തോഷമില്ല, സമാധാനമില്ല. ഇതൊരു മിഡ്വേ ആണ്, ഇതിൻ്റെ ഒരു അതല്ലെങ്കിൽ ഇതൊരു സ്റ്റാർട്ടിംഗ് ആണെന്ന് പറയാം. ഇവിടെ നമുക്ക്
444 കാണാം. അതായത് ഒരു ഫൗണ്ടേഷൻ നിങ്ങൾ സെറ്റ് ചെയ്ത് തുടങ്ങുകയാണ്, സ്റ്റെബിലിറ്റി ആണ് നിങ്ങൾക്ക് മുന്നോട്ടുള്ളത്. സോ ഇപ്പൊ എന്താണ് ഉള്ളത്, എവറിത്തിങ് ഇസ് ഓക്കെ. നിങ്ങൾക്ക് സംഭവിച്ചു പോയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കുകയല്ല വേണ്ടത്, മുമ്പോട്ട് എങ്ങനെ എന്നുള്ളതാണ്. അതായത് നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടെ തന്നെ സ്വയം അലസത കൊണ്ടോ മടി കൊണ്ടോ കംഫർട്ട് സോണിൽ ഇരുന്നത് കൊണ്ടോ ഒക്കെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പോലും നിങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ളവർ മുന്നേറുകയും നിങ്ങൾ നിന്നത് എവിടെയാണോ അവിടെ തന്നെ നിങ്ങൾ നിൽക്കുകയാണ്. എന്നാൽ നിങ്ങൾ നിൽക്കുകയും മറ്റുള്ളവർ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിന്നിടത്തുനിന്ന് പുറകോട്ട് ട്രാവൽ ചെയ്ത ഒരു എനർജിയാണ്. അതായത് ഈ പ്ലാനറ്റ്സ് റെട്രോഗ്രേഡ് മോഷൻ പോകുന്നത് പോലെയുള്ള ഒരു എഫക്റ്റ് ആണ്. കാരണം നിങ്ങളുടെ ഒരു സ്പീഡിനെക്കാട്ടിലും അമിതമായ സ്പീഡിൽ മറ്റുള്ള ചുറ്റുമുള്ളവർ മുൻപോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ പുറകോട്ട് പോകുന്ന ഒരു എഫക്റ്റാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. എന്നാൽ അത് അങ്ങനെയല്ല. ഈ പുലി പതുങ്ങുന്നത് കുതിച്ചു ചാടാനാണെന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഈ ഒരു സ്ലോനെസ് ഉണ്ടെങ്കിൽ മുന്നോട്ടേക്ക് നിങ്ങൾക്ക് വലിയ ഒരു ആയം ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഉള്ള സിറ്റുവേഷന് ട്രസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടം വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, ശക്തമായി തന്നെയുണ്ട്. എന്താണ്? നിങ്ങൾക്ക് നിങ്ങളെ സ്വയം നഷ്ടപ്പെടാത്തിടത്തോളം കാലം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങളുടെ മനസ്സിനെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങളുടെ സന്തോഷത്തെക്കുറിച്ച് ചിന്തിക്കുക. സ്വയം നിങ്ങൾ അറ്റൻഷൻ കൊടുക്കുക. നിങ്ങൾ മറ്റൊരു വ്യക്തി കൊടുക്കുന്ന അറ്റൻഷൻ നിങ്ങൾ എന്തുകൊണ്ട് സ്വയം കൊടുക്കുന്നില്ല? ഇവിടെ നിങ്ങളൊരു സെൽഫിഷ് വ്യക്തിയായിട്ട് മറ്റാരെയും കൺസിഡർ ചെയ്യേണ്ട എന്നല്ല പറയുന്നത്. സെൽഫ് ലവിൽ ഇരിക്കുക. ലവിൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല. ടെൻഷൻ, ആങ്സൈറ്റി ഇതൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ കോൺസ്റ്റന്റ്ലി നിങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് ഫിസിക്കലി നിങ്ങളുടെ അപ്പിയറൻസ് മെച്ചപ്പെടുത്താനാണെങ്കിലും, ഫിനാൻഷ്യലി നിങ്ങളുടെ ഗോള് അച്ചീവ് ചെയ്യാനായിട്ടാണെങ്കിലും, നിങ്ങളുടെ ഡ്രീം ജോബ് നേടിയെടുക്കാനായിട്ടാണെങ്കിലും, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട റിലേഷൻഷിപ്പിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ തന്നെ. അത് പറയുമ്പോൾ നിങ്ങൾ ആ റിലേഷൻഷിപ്പ്, ജോലി, ഇത് ആ വ്യക്തികൾക്കോ ആ സാഹചര്യത്തിനോ ആ വസ്തുക്കൾക്കോ അല്ല നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കേണ്ടത് നിങ്ങളുടെ സന്തോഷത്തിനാണ്. അപ്പൊ അവിടെ നിങ്ങളുടെ സന്തോഷത്തിനാണ് എപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടത്. 5 of Swords, 5 of Pentacles. ഇത് 5 എന്ന് പറയുമ്പോൾ ഒരു ചേഞ്ച് ആണ്. ഒരു നഷ്ടമുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം നിങ്ങൾക്ക് വരാൻ പോവാണ്. സ്വാർഡ്സ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തോട്ട് വൈസ് ആണ്, അതായത് ചിന്താപരമായിട്ടാണ് നിങ്ങൾക്കത് വരുന്നത്. ആൻഡ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ചേഞ്ച് വരുന്നുണ്ട്. ഫിനാൻഷ്യലി നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. 444 സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. 8 of Cups അതും ഒരു നഷ്ടമാണ്. എന്നാൽ ഈ നഷ്ടത്തിൽ നിന്ന് നിങ്ങൾ നടന്നു നീങ്ങുന്നത് എപ്പോഴും ഓർക്കുക ഒരു സക്സസിലേക്കാണ്. നിങ്ങളുടെ യഥാർത്ഥ സക്സസ് അവിടെയാണ് ഉള്ളത്. നഷ്ടപ്പെട്ടത് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ ഫെയിലിയർ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അല്ല, നിങ്ങളുടെ എനർജിയെ അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഡിവൈൻ മാറ്റി നിർത്തിയതാണ്. സോ ദാറ്റ് യു ക്യാൻ ഫോക്കസ് ഓൺ യുവർ ഓൺ ഗോൾ. നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് ഇവിടെ സ്പിരിച്വൽ ജേർണി വളരെ ആവശ്യമാണ്. ഹെർമിറ്റ് കാർഡാണ് ഇവിടെ. നിങ്ങൾ കുതിച്ചുയരുന്നത് മുന്നോട്ട് തന്നെയാണ് അല്ലേ? ഓരോ പടികളായിട്ട് നിങ്ങളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ഭഗീരഥ പ്രയത്നം പോലെ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷെ അതിൻ്റെ എൻഡ് റിസൾട്ട് വളരെ റിവാർഡിംഗ് ആണ്, വളരെ പീസ്ഫുൾ ആണ്, വളരെ സാറ്റിസ്ഫൈങ് ആണ്. അത് ആ ഒരു എവല്യൂഷൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാം. നിങ്ങളിപ്പോൾ സോൾ എന്താണെന്ന് തിരിച്ചറിയുന്നുണ്ട്. ഈ ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങൾ ഇത്രയും കാലമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ജേർണിയുടെ റിവാർഡാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അതായത് ലൈഫിൽ ഒരു മാജിക് സംഭവിക്കുന്നത് ഒരു ഓവർനൈറ്റിൽ സംഭവിക്കുന്ന ഒന്നുമല്ല. നിങ്ങൾ കൊടുത്തിട്ടുള്ള എഫേർട്സിന്, ഓരോ ചെറിയ ചെറിയ എഫേർട്സിനും, അതായത് അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന് പറയില്ലേ, അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന ചെറിയൊരു എഫേർട്ടായിരിക്കും നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. പക്ഷെ നിങ്ങൾ ആ എഫേർട്ട് ഇടുന്നുണ്ട്. അതിൻ്റെ അണ്ടർലൈൻഡ് ആയിട്ടുള്ള മീനിങ് എന്താണ്? യു ഡിസേർവ് പ്രോഗ്രസ്, യു ഡിസയർ പ്രോഗ്രസ്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ നിങ്ങൾ അർഹിക്കുന്നുണ്ട്. അപ്പം ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ വരാണ്. സോ ഈ ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരാനുള്ള ഒരു ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലക്ക് ഓപ്പൺ ആയി വരുന്നുണ്ട്. ഈ ലക്ക് എന്ന് പറയുമ്പോൾ പലപ്പോഴും യെസ് ശരിയാണ്, ചില വ്യക്തികൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലക്ക് ഉണ്ടാവുന്നുണ്ട്, അവരുടെ ജീവിതം ഒരു ദിവസം കൊണ്ട് മാറുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ലക്ക് പലപ്പോഴും തന്നെ നമ്മളുടെ ഹാർഡ് വർക്ക്, നമ്മളുടെ എഫേർട്ടിന് ഒരു റിവാർഡായിട്ടാണ് യൂണിവേഴ്സ് അത് തരുന്നത്. നമ്മൾ നോക്കുന്ന സമയത്ത് അതിന് നമ്മൾ ലക്ക് എന്ന് പറയും. പക്ഷെ അത് യഥാർത്ഥത്തിൽ ഈ ലക്ക് നമുക്ക് തുറന്നു വരുന്നത് നമ്മളുടെ ഹാർഡ് വർക്കിൽ നിന്ന് തന്നെയാണ്. അത് ഇപ്പം ലോട്ടറി വിൻ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതം നമ്മൾ പറയും വളരെ ലക്കിയാണ്, പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മാറി എന്നുള്ളത്. ഇവൻ ഈ ഒരു ജന്മത്തിൽ ശരിയാണ് നമ്മൾ നോക്കുമ്പോൾ ലക്കാണ്. എന്നാൽ ഇവന്റെ പാസ്റ്റ് ലൈഫിൽ എത്ര എഫേർട്ട് എടുത്തിട്ടാണ് അവന് അന്നേരം ആ റിവാർഡ് കിട്ടാതെ അവൻ ഈ സമയത്താണ് അത് കിട്ടിയത്. ആ വെയിറ്റ് ചെയ്തതിന്റെ റിസൾട്ടാണ് അവന് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ എന്ത് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലും ഒന്നും വേസ്റ്റ് ആയി പോവില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി നിങ്ങൾ എഫേർട്ട് ഇടുക. നിങ്ങൾക്ക് അത് എന്നായാലും നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് എല്ലാം കാണുന്നുണ്ട് പ്രകൃതി, ഒന്നും കാണാതെ പോകുന്നില്ല. എല്ലാം ഹേർഡാണ്. നിങ്ങളുടെ പ്രേയേഴ്സ് എല്ലാം ആൻസേർഡ് ആണ്. എല്ലാത്തിനും ഉത്തരവുണ്ട്. ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ ഒന്ന് ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ എംപവർമെന്റ് വരുന്നുണ്ട്. അതായത് ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് വളരെ സേഫ് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ കോൺഫിഡൻ്റ് ആവും. നിങ്ങളുടെ ഹാർട്ട് ചക്ര നിങ്ങൾക്ക് ഹീൽ ചെയ്യപ്പെടും. ഇവിടെ ലോട്ട് ഓഫ് ട്രാവലിംഗ് ഇൻവോൾവ് ആണ്. ഈ ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇമോഷണൽ സ്റ്റേറ്റ് മാറ്റാൻ, നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് നിങ്ങൾക്ക് വേറൊരു സ്ഥലത്തേക്കൊക്കെ ഒരു മൂവ്മെന്റ് വളരെ നല്ലതാണ്. അത് നിങ്ങളിൽ പലരും ചെയ്യുന്നുണ്ടാവും ഈ ഒരു 3 മന്ത്സിനുള്ളിൽ. അതിനുപരിയായിട്ട് ഈ ഒരു ട്രാവൽ എന്ന് പറയുമ്പോൾ ഇത് നമ്മളുടെ ഉള്ളിലേക്ക് തന്നെയുള്ള ഒരു ജേർണിയാണ്. നിങ്ങൾ ഇതുവരെ സഞ്ചരിച്ചിരുന്ന ഒരു തോട്ട് പ്രോസസ് ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ 5 ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ചിന്താരീതിയിൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വരികയാണ്. ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്ന കാര്യങ്ങൾ അതായിരുന്നില്ല ശരി, യഥാർത്ഥത്തിൽ ഇതിങ്ങനെയാണ്. ആ കണ്ടീഷൻസിൽ നിന്ന് നിങ്ങൾ പുറത്തു വരികയാണ്. ഓക്കെ, ആ ഒരു ഇന്നർ ട്രാവൽ നിങ്ങളുടെ സോളിനെ മനസ്സിലാക്കുന്നുണ്ട്. നമ്മളെല്ലാം സോൾസ് ആണ്. നമ്മൾക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ആ ഒരു ഭാരം കൊണ്ടാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാത്തത്. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റി ഇവിടെ ഒരു മെയിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു ജോബ് നോക്കുന്നവർക്കാണെങ്കിൽ ഒരു ജോബ് ഓഫർ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. സർപ്രൈസസ് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വെഡിങ് ഇൻവിറ്റേഷൻസ്, നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട വ്യക്തികളുടെ വെഡിങ് ഇൻവിറ്റേഷൻസ്, നിങ്ങൾ അങ്ങനെ ഫങ്ഷൻസിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ഒരു ഇതുവരെ ലോൺലിനെസ്സിലായിരുന്നെങ്കിൽ അതൊന്ന് പുറത്തു വരികയാണ്. അതായത് സ്പിരിച്വൽ ജേർണിയിൽ എപ്പോഴും നമ്മളെ ഒന്ന് ഐസൊലേറ്റഡ് ആക്കും ഡിവൈൻ. കാരണം നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു നമ്പർ വെച്ച് അതിൻ്റെ സെനാരിയോ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പം നിങ്ങൾ ഒരു 10 പേരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അതിൽ 10 പേരും 10 തരത്തിലുള്ള ചിന്താരീതിയുള്ളവരാണ്. അതിൽ വളരെ കാമായിട്ടുള്ളവരുണ്ട്, വളരെ അഗ്രസീവായിട്ടുള്ള ദേഷ്യമുള്ളവരുണ്ട്, ജലസി ഉള്ളവരുണ്ട്, വളരെയധികം കോൺഫിഡൻസ് ലെവൽ കുറവുള്ളവരുണ്ട്, എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയുന്ന ബ്ലെയിമിങ് ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ വിചാരിക്കാം. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ആകെത്തുകയായിട്ടുള്ള ഒരു നേച്ചർ ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആയി വരും. അപ്പം ഇതിൻ്റെ അകത്തു നിന്ന് നിങ്ങൾ ആരാണ്, ഇതിൽ ഏതാണ് നിങ്ങളുടെ യഥാർത്ഥ കാമ്പ് എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ ഡിവൈൻ എന്ത് ചെയ്യും? ആ തിരിച്ചറിവാണ് സ്പിരിച്വൽ ജേർണിയിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടത്. തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ജേർണി തന്നെ വരുന്നത്. അപ്പൊ ഈ ഒരു 10 പേരിൽ നിന്നും നിങ്ങൾ ഐസൊലേറ്റ് ചെയ്യാണ്. നിങ്ങൾ ആകെ ഈ ലോകത്ത് ഇന്ററാക്ട് ചെയ്യുന്ന 10 പേരാണെന്ന് വിചാരിക്കാം. അതിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്തതിൽ ചിലപ്പോൾ 1-2 പേര് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ബാക്കിയുള്ള ഒരു 7-8 പേരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഇനി ഈ ഒരു ജേർണിയിൽ നിങ്ങൾ നോക്കുക,
നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള സ്വഭാവമാണ് ഇപ്പോൾ ഉള്ളത്? അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം മാത്രമായിരിക്കും ഇപ്പോൾ ഉള്ളത്. സങ്കടവും ദേഷ്യവും മാത്രം മിക്സ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്കുള്ളതെന്ന് വിചാരിക്കാം. എക്സാമ്പിളാണ് പറയുന്നത് കേട്ടോ, നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ഇന്ററാക്ട് ചെയ്യുന്ന രണ്ട് വ്യക്തികൾക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ ആയിരിക്കും കൂടുതലുള്ളത്. പക്ഷെ ഈ 8 പേരിൽ നിന്നും ഫിൽട്ടർ ചെയ്തെടുക്കുന്നതിലും എളുപ്പമാണ് നിങ്ങൾക്ക് 2 പേരിൽ നിന്നും നിങ്ങളെ തന്നെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ. അവിടെ നിന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുക. നിങ്ങൾ കൂടുതൽ സമയവും സന്തോഷമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്ഥായി ആയിട്ടുള്ള ഭാവം സന്തോഷമാണ്. കൂടുതൽ സമയം നിങ്ങൾ ദുഃഖമായിട്ടായിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ സ്ഥായി ആയിട്ടുള്ള ഭാവം ദുഃഖമാണ്. നിങ്ങളതാണ് ക്ലിയർ ചെയ്യേണ്ടത്. പല രീതിയിൽ ഇതുണ്ടാവും. അപ്പോൾ നമ്മളിൽ കൂടുതലായിട്ട് എപ്പോഴും സോളിന്റെ ഒരു ഡിഫോൾട്ട് എനർജി, അത് എല്ലാ സോളുകൾക്കും ആനന്ദം തന്നെയാണ്, സന്തോഷമാണ്. എന്നാൽ ഈ എനർജി ഇൻട്രാക്ഷൻസും സാഹചര്യങ്ങളും ഒക്കെ പല പല ഇമോഷനിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. പിന്നെ നമ്മുടെ സ്ഥായിയായ ഭാവം അതായി തീരും. നമ്മൾ എന്താണ് ഒറിജിനലി എന്നുള്ളത് നമ്മൾ മറന്നു പോകാനായിട്ട് തുടങ്ങും. സോ ഇങ്ങനെ നിങ്ങളെ ഫിൽട്ടർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഇന്ററാക്ഷൻസേ പാടുള്ളൂ, മിനിമം എനർജി ട്രാൻസാക്ഷനേ പാടുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് എന്നോ ചിലപ്പോൾ റിലേറ്റീവ്സ് എന്നോ ചിലപ്പോൾ നിങ്ങളുടെ ജോലിയിൽ നിന്ന് തന്നെ പലതിൽ നിന്നും നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കും. അത് ലോൺലിനെസ് ആയിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അതേസമയം അതൊരു സോളിറ്റ്യൂഡ് എൻജോയ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ ഒത്തിരി ലെസൺസ് ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്ക് ഈ ഒരു 3 മാസത്തിനുള്ളിൽ മനസ്സിലാവാൻ പോകുന്നത്, നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. എനിക്കിവിടെ എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സ് ആണ് കാണാൻ പറ്റുന്നത്, പോസിറ്റീവ് എനർജീസും ആണ്. കാര്യം പാസ്റ്റിൽ നിന്നും ഉള്ള നിങ്ങളുടെ ഇത്രയൊരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ നോക്കൂ. 5 ഓഫ് സ്വാർഡ്സ്, 5 ഓഫ് പെന്റിക്കിൾസ്, ലോസ്, 8 ഓഫ് കപ്സ്. ഈ ലോസിൽ നിന്ന് നിങ്ങൾ എവിടെ എത്തി? എവല്യൂഷനിലെത്തി. അതായത് ഹാർട്ട് ചക്രയൊക്കെ ഹീൽ ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള കറക്റ്റ് ഇമോഷണൽ സ്റ്റാൻഡിൽ നിങ്ങൾ എത്തി. ആൻഡ് ലക്ക് അതിന് നിങ്ങൾക്ക് ഫേവറബിൾ ആണ്. അതായത് ലക്ക് എന്ന് ഞാൻ പറയുമ്പോൾ എപ്പോഴും മനസ്സിലാക്കുക നിങ്ങളുടെ ഹാർഡ് വർക്ക് നിങ്ങൾക്ക് റിവാർഡ് ആയിട്ട് വരുന്നതാണെന്നുള്ളത്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് നമ്പർ 1. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിന്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ ബെലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് സൈക്കോളജിക്കൽ സെഷൻ ആണ് ആവശ്യം, മൈൻഡ് മാസ്റ്ററി ലെസൺ ആണ്, സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് ഗൈഡൻസസ് ഒക്കെയാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, അപ്പോയിൻമെന്റ്സ് എടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 2 സീർ സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 2 സീർ കാർഡ് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ്. 3 മന്ത്സിനുള്ളിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, മേജർ കാർഡ് സക്സസ്. ഓ വാവ്, cards, 2 more cards. Rainbow. Wow. ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് വളരെയധികം മാസീവ് സക്സസ് ആണ് കാണിക്കുന്നത്. പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻസും കൂടെ നോക്കാം. നിങ്ങളുടെ കാർഡ്സ് ഏതാണ് എന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 2 3 മാസത്തിനുള്ളിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. Again 5 of Pentacles. Okay, Queen of Wands, 9 of Cups, wish fulfillment, 8 of Swords, 2 of Pentacles, 4 of Cups, bottom energy, Tower card വന്നിട്ടുണ്ട്. ഓക്കെ, മേജർ ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നത് സക്സസ്. സക്സസിന്റെ ഒരു ഡെഫിനിഷൻ നിങ്ങളിൽ പലർക്കും എന്താണ്?
നിങ്ങൾക്ക് എത്ര വലിയ ബാങ്ക് ബാലൻസ് ഉണ്ട്, എത്ര വലിയ വീടുണ്ട്, എത്രത്തോളം നിങ്ങൾക്ക് പവർ ഉണ്ട്, പൊസിഷൻ ഉണ്ട്, ഇതൊക്കെയാണോ നിങ്ങൾക്ക് സക്സസിന്റെ ഡെഫിനിഷൻ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അത് തെറ്റാണെന്നല്ല. പക്ഷെ 2 രീതിയിൽ ഇതിനെ മനസ്സിലാക്കണം. ഇത് നിങ്ങളുടെ ഈഗോ സെൽഫിന്റെ സക്സസ് ഡെഫിനിഷനാണ്. നിങ്ങളുടെ ഈഗോ സെൽഫിന്റെ സക്സസ് ഡെഫിനിഷനാണ്. യഥാർത്ഥ സോൾ സക്സസ് അത് വേറെ തന്നെ ഒരു കാര്യമാണ്. എന്താണത്? സോളിന് ഒരൊറ്റ സക്സസ്സേ ഉള്ളൂ. അത് ലവ് ആൻഡ് കമ്പാഷൻ. നിങ്ങളുടെ സോൾ ഇവോൾവ് ആകുന്നത്, അല്ലെങ്കിൽ സോൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്, നിങ്ങൾ എത്ര കമ്പാഷനേറ്റ് ആയിട്ട് നിങ്ങളുടെ സ്നേഹം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളത് കൊടുക്കുന്നുണ്ട്, അതിലാണ് നിങ്ങളുടെ സക്സസ് റേറ്റ് സോളിന് ഉള്ളത്. എന്നാൽ നിങ്ങളുടെ ഈഗോ സെൽഫിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സക്സസ് ഒന്നും സോള് നിഷേധിക്കുന്നില്ല. അതെല്ലാം അവിടെ നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് തന്നെ സോള് അട്രാക്ട് ചെയ്ത് കൊണ്ടുതരും. എപ്പോഴാണ്? നിങ്ങളുടെ സോൾ സക്സസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ. ശരിക്കും അത് ഈസി അല്ലേ? നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കൂ. വാശിയില്, വൈരാഗ്യത്തില്, ഈഗോയില്, ദേഷ്യത്തില് ഒക്കെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാൻ ഭയങ്കര ചാലഞ്ചസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതേസമയം നിങ്ങൾ വളരെ കമ്പാഷനേറ്റ് ആയിട്ട്, നിങ്ങൾ എന്നെ ആരെങ്കിലും പറ്റിക്കോ എന്നുള്ള പേടിയില്ലാതെ, ഞാനൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഞാൻ കൊടുക്കാണ്, ഞാൻ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ സേഫ് ബൗണ്ടറി വെക്കാനും അറിയാം, വളരെ ശാന്തമായിട്ട് നിങ്ങൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് എന്തൊക്കെയാണ് ഒഴുകി വരുന്നത്, ഈവൻ അൺഎക്സ്പെക്റ്റഡ് ആയി പോലും. അതിന് നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? സീ ബിയോണ്ട് ദ കറന്റ് സിറ്റുവേഷൻ. പ്രസന്റ് സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും, അതല്ലെങ്കിൽ പാസ്റ്റ് ആയിക്കോട്ടെ, പാസ്റ്റിലുള്ള സാഹചര്യങ്ങളായിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും അതിലൊന്നും ഒരു ഉയർന്ന തലത്തിൽ നിന്ന് കാണാനുള്ള ഒരു മനസ്സ്, ഒരു കണ്ണ് നിങ്ങൾക്ക് വേണം. എന്ന് പറയുമ്പോൾ ഇവിടെ 8 ഓഫ് സ്വാർഡ്സ് ഉണ്ട്. നിങ്ങൾക്കില്ലാത്ത ബന്ധനങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. നിങ്ങളുടെ സോളിന് വേണ്ടതൊന്നും നിങ്ങൾ അറിയുന്നുമില്ല. പക്ഷെ വലിഞ്ഞു മുറുകിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കണ്ണാടിയിൽ നോക്കുമ്പോൾ റിഫ്ലക്ഷൻ ആയിട്ട്, സ്വയം നിങ്ങളുടെ തന്നെ റിഫ്ലക്ഷൻ ആയിട്ട് കാണുന്നത്. ഇത് നിങ്ങളുടെ നെഗറ്റീവ് ഇമോഷൻസ് ആണ്. അതായത് നിങ്ങൾ ഒരു കൂട്ടം ദേഷ്യമുള്ള, വാശിയുള്ള, വൈരാഗ്യമുള്ള, ഇങ്ങനെയൊക്കെ ഉള്ള വ്യക്തികളുടെ ഇടയിൽ, അതല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാത്ത വ്യക്തികളുടെ ഇടയിലൊക്കെ നിങ്ങൾ ജീവിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ഇൻട്രാക്ഷൻസ് ആ തരത്തിലുള്ളതായിരിക്കാം. പക്ഷെ അതല്ല സത്യം, അത് യാഥാർത്ഥ്യമല്ല. അവരുടേതായിട്ടുള്ള ഒരു ചിന്താ വലയത്തില്, ഒരു വലയില് പെട്ടുകിടക്കാണ്. അങ്ങനെ പറയാം, ഒരു മായയിൽ, ഒരു ഇല്യൂഷനിൽ പെട്ടുകിടക്കാണ്. അത് അവരുടെ ഈഗോ ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവരോട് ചേർന്ന് നിന്നാൽ എങ്ങനെ ഇരിക്കും? നമ്മളുടെ ഈഗോയ്ക്ക് പുറമെ അവരുടെയും കൂടെ ഈഗോ നമ്മൾ മേടിച്ചെടുക്കുകയാണ്. അപ്പൊ ഇതിന് നിങ്ങൾക്ക് ഏറ്റവും പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അവരുടെ പാത തെറ്റാണ്, എൻ്റെ പാതയും ഞാൻ കറക്റ്റ് ആക്കേണ്ടതുണ്ട്. അതിന് ഞാൻ അതിലല്ല ഫോളോ ചെയ്യേണ്ടത്, ഞാൻ ഇപ്പോൾ ഉള്ളതിൽ നിന്നും ഞാൻ മാറണം. എങ്ങനെയാണ് മാറേണ്ടത്? കമ്പാഷന്റെ ഫ്രീക്വൻസിയിലേക്ക് മാറണം. സ്നേഹം അതിൻ്റെ ഒരു ഫ്രീക്വൻസിയിലേക്ക് മാറണം. അൺകണ്ടീഷണൽ ലവ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ പോയിന്റ് ഓഫ് വ്യൂ കണ്ടോ? നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഒരു എനർജി ഫീൽഡിൽ നിന്ന് കഴിഞ്ഞാൽ, അവരുടെ ഇമോഷൻസ് ശരിയാണെന്ന് വിചാരിച്ച് അതിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശയാണ്, സങ്കടമാണ്. എന്നാൽ നിങ്ങൾ സ്നേഹത്തിന്റെ ഫ്രീക്വൻസിയിൽ നിന്ന് കഴിഞ്ഞാൽ, നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമാണ്, ബ്ലിസ് ആണ് അനുഭവിക്കുക, ആനന്ദം. അതായത് നിങ്ങളുടെ സോളിന് എപ്പോഴും ആനന്ദം എന്ന് പറയുന്നത് ആ ഡിവൈനുമായിട്ടുള്ള മേർജിങ്ങിലാണ്, ഡിവൈനെ കുറിച്ചുള്ള തോട്ട്സിലാണ്. ഡിവൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹമാണ്. നിങ്ങളിലേക്ക് ഈ ഒരു 3 മാസത്തിനുള്ളിൽ ഈ ഒരു തിരിച്ചറിവ് വരുന്നുണ്ട്. അത് അധികം ആർക്കും ലഭിക്കാത്ത ഒരു ഇമോഷണൽ സ്റ്റേറ്റ് ആണ്. ബീങ് ഇൻ എ ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അത് എത്ര പേർക്ക് ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. സോ നിങ്ങൾക്ക് അതിന് ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. സീഡ് എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പെർസ്പെക്റ്റീവ്സ്
പെർസ്പെക്റ്റീവ്സിനെ കാണാൻ കഴിയുന്ന, സോളിനെ കാണാൻ കഴിയുന്ന, ആത്മാക്കളെ കാണാൻ കഴിയുന്ന, പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ കാണാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് സീൾ. അത് നിങ്ങൾ ഒന്നില്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് ഉയരാൻ പരിശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ആ വ്യത്യസ്തമായിട്ടുള്ള ആ യഥാർത്ഥ മായയെ വേർതിരിച്ച് യാഥാർത്ഥ്യത്തെ, ആത്മാവിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഒരു എനർജി അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് ഒരു നഷ്ടം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഡെഫിനറ്റ്ലി. പക്ഷെ നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ, വളരെ പാഷനേറ്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. നിങ്ങൾക്കൊരു വിഷ് ഫുൾഫിൽമെന്റ് വരുന്നുണ്ട്. അതായത് ഒരു നിധി കിട്ടുന്നത് പോലെയാണ്. ശരിക്കും ഈ ഒരു നോളജ് എന്ന് പറയുന്നതും, ഈ ഒരു നോളജ് ലഭിക്കുന്നത് തന്നെ ഒരു നിധി കിട്ടുന്നത് പോലെയാണ്. എന്നാൽ നോളജ് കിട്ടിയതുകൊണ്ടായില്ല, അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയാൽ, അതായത് പ്രാക്ടിക്കൽ ആക്കാൻ സാധിച്ചാൽ അതാണ് നിധി. അവിടുന്ന് നിങ്ങളുടെ സക്സസ് എഴുതപ്പെടുകയാണ്. അതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവാം. കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളൊരു സ്പിരിച്വൽ ജേർണിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ നല്ലൊരു ബ്ലിസ് സ്റ്റേറ്റിൽ നിങ്ങൾ നിൽക്കുകയാണ്. സന്തോഷത്തോടെ നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവർ ഇതിനെക്കുറിച്ചൊന്നും അവെയർ ആയിരിക്കില്ല. പൊതുവേ തന്നെ നിങ്ങൾ ഒരു സ്പിരിച്വൽ ജേർണിയിലാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റാരും തന്നെ ഈ ഒരു ജേർണിയിൽ ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ വർക്ക് സ്പേസിലോ ഒന്നും നിങ്ങളായിരിക്കും അവിടുത്തെ ഒരു ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു തോട്ട്സ് നിങ്ങൾക്ക് മറ്റൊരാളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് അതിന് ശ്രമിക്കാതിരിക്കുക. രണ്ടാമത്, മറ്റുള്ളവരുടെ ഒരു ജീവിത രീതി കാണുമ്പോൾ ഒരു 100 പേരും ഒരുപോലെയാണ്, എന്നാൽ 101ാമനായ നിങ്ങൾ മാത്രം വ്യത്യസ്തമാകുമ്പോൾ നിങ്ങൾക്ക് ചില സമയത്തെങ്കിലും തോന്നാം, ഞാൻ ശരിയായ പാതയിലാണോ അതോ ഞാൻ തെറ്റാണോ ഞാൻ പോകുന്നത് എന്ന് തോന്നാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ 100 പേരിലും ബ്ലസ്ഡ് ആണ് നിങ്ങൾ. അതിപ്പം 100 പേര് നിങ്ങളെക്കാട്ടിലും ഫിനാൻഷ്യലി ഉയർന്നതാണോ, നിങ്ങളെക്കാട്ടിലും എഡ്യൂക്കേറ്റഡ് ആണോ, അതൊന്നും അല്ല അവിടുത്തെ ഒരു സക്സസിന്റെ അളവുകോല് അല്ലെങ്കിൽ ശരിയുടെ അളവുകോല്. ഇവർ ജീവിക്കുന്ന ഒരു മായയിൽ നിന്നും, മായയെ വേർതിരിച്ച്, ഇല്യൂഷനെ വേർതിരിച്ച് സോളിന്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ ജേർണിയാണ് ശരി. എന്നാൽ നിങ്ങൾക്ക് ഒബ്സ്റ്റക്കിൾസ് ആണ് ഉള്ളത്. അവിടെയാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത്. ഈ ഒബ്സ്റ്റക്കിൾസ് എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക്കലി അല്ലേ, സ്പിരിച്വലി നിങ്ങളുടെ ഒബ്സ്റ്റക്കിൾ മാറി വരികയല്ലേ. ആൻഡ് അത് കംപ്ലീറ്റ് ആയിട്ട് മാറുന്ന സമയത്ത് നിങ്ങൾക്കും മെറ്റീരിയലിസ്റ്റിക്കലി അബണ്ടൻസ് ഉണ്ടാവും. എന്നാൽ ഒട്ടും സ്പിരിച്വൽ അല്ലാത്ത ഇവർക്കൊക്കെ എങ്ങനെയാണ് മെറ്റീരിയലിസ്റ്റിക്കൽ അബണ്ടൻസ് ഉണ്ടാവുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ ഒരുപാട് ചിന്ത ഇൻവോൾവ് ആണ്. 4 of Cups ആണുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്, ഒരുപാട് ചോദ്യങ്ങളുണ്ട് നിങ്ങളുടെ മനസ്സിൽ. സോ ഇത് നമുക്ക് പാസ്റ്റ് ലൈഫിന്റെ കർമ്മയുടെ റെലവൻസ് ഒക്കെ വരുന്നത് അവിടെയാണ്. ഇപ്പൊ നിങ്ങൾ ഒരു ജന്മത്തിൽ അനുഭവിക്കാവുന്ന സന്തോഷങ്ങളെല്ലാം അനുഭവിച്ചു, അല്ലെങ്കിൽ ജന്മജന്മാന്തരങ്ങൾ എടുത്ത് എല്ലാം മെറ്റീരിയലിസ്റ്റിക്കലി അനുഭവിക്കാവുന്നതെല്ലാം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ കുറവാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് ലിബറേഷനുള്ള ഒരു സമയമായി. ആ ജേർണി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അവിടുന്ന് നിങ്ങൾക്കൊരു സന്യാസമായ ജീവിതം എന്നല്ല, പിന്നെ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സക്സസിനെക്കാട്ടിൽ അതിൽ എത്ര കിട്ടിയാലും നിങ്ങൾക്ക് മതി വരില്ല, നിങ്ങൾക്ക് തൃപ്തി കിട്ടില്ല. അതായത് മതി വരില്ല എന്നല്ല, തൃപ്തി വരില്ല. കാരണം യഥാർത്ഥമായിട്ടുള്ള ബ്ലിസ് എവിടെയാണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനി അതാണ് വേണ്ടത്. ആ ഒരു ടൈമിങ് അത് എപ്പോ ഏത് ജന്മത്തിൽ വേണം എന്നുള്ളത് യൂണിവേഴ്സിനറിയാം, ഡിവൈനറിയാം, നിങ്ങളുടെ സോളിനറിയാം. നമ്മൾ ഈ ഒരു ചെറിയൊരു ഇത്ര ഉള്ള ഒരു ടൈം സ്പാൻ മാത്രമേ കാണുന്നുള്ളൂ നമ്മുടെ സോളിന്റെ ഈ ഒരു ജീവിതത്തിൽ, ഈ ഒരു ശരീരത്തിലൂടെ, ഈ ഒരു ജീവിതത്തിലൂടെ. നിങ്ങളുടെ സോളിന്റെ ജേർണി ഇപ്പൊ ഇത്രയും ഉണ്ടായിരിക്കുക, അതിൽ ജസ്റ്റ് ഇത്രയാണ് നിങ്ങൾ ഇത്രയും കടന്നിട്ടുണ്ടായിരിക്കും ഓൾറെഡി. ഇനി ഇത്രയും കൂടെ കടക്കാനുണ്ട് ലിബറേഷന് വേണ്ടിയിട്ട്. അപ്പൊ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു എനർജി നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് റെയിൻബോ, നിങ്ങളുടെ ഓറ പ്യുവറായി വരുന്നുണ്ട്. എല്ലാ കളേഴ്സും എന്ന് പറയുമ്പോൾ എത്ര സക്സസ്ഫുൾ ആവുകയാണ് നിങ്ങൾക്കിവിടെ പാഷൻ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ഈ കൺഫ്യൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്തുള്ള ടെൻഷൻ ഒക്കെ നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. കാരണം നിങ്ങളുടെ ഈ ജേർണി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലോ.
നിങ്ങൾ ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. സോ ട്രസ്റ്റ് ദ ജേർണി. എൻലൈറ്റ്മെന്റ് തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത്. അതായത് ഈ ഭൂമിക്ക് മുകളിലായിട്ടാണ് ഈ വ്യക്തി നിൽക്കുന്നത് അല്ലെ. ഈ ഭൂമി എന്ന് പറയുന്ന മെറ്റീരിയലിസ്റ്റിക്കലായിട്ടുള്ള എക്സ്പീരിയൻസസിനും ഉപരിയായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്, അത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അത് സോൾ ലെവലിലാണ്, 5D ലെവലിലാണ്. അവിടെയാണ് സ്നേഹത്തിന്റെ ഫ്രീക്വൻസി, ലവ്, അൺകണ്ടീഷണൽ ലവ്. അവിടെ ഭയത്തിനൊന്നും ഒരു സ്ഥാനവും ഇല്ല, നഷ്ടത്തിനൊന്നും ഒരു സ്ഥാനവും ഇല്ല. നിങ്ങളിങ്ങനെ ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ്. അവിടുന്ന് നിങ്ങളെ തേടിയാണ് പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പൊ ഇതെല്ലാത്തിന്റെ ഒരു തുടക്കം എങ്ങനെയാണ്? നിങ്ങളുടെ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടല്ലോ, ഇത്രയും നാളും വിചാരിച്ചുകൊണ്ടിരുന്നത്, അത് അടിമുടി തകരാൻ പോവാണ്. കാരണം യഥാർത്ഥമായിട്ടുള്ള നിങ്ങളുടെ സോളിന്റെ ബിലീഫിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. വാട്ട് ഇസ് റിയൽ, അതിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. നിങ്ങളുടെ ഒരു മായ ഇല്യൂഷൻ, ആ ലൈഫ് നിങ്ങൾക്ക് എന്നേക്കുമായിട്ട് തകർന്ന് അടിയാൻ പോവുകയാണ്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതം തീർന്നു എന്നല്ല. ഇനിയാണ് നിങ്ങളുടെ ജീവിതം ഇവിടെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ തുടങ്ങുന്നത്. അങ്ങനത്തെ ഒരു എനർജിയാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് ഉള്ളത്. ഓക്കെ, സോ നിങ്ങളെ തേടി ആ സക്സസ്, അൾട്ടിമേറ്റ് സക്സസ് വരുന്നുണ്ട്, വിഷ് ഫുൾഫിൽമെന്റ്. ഓക്കെ, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് തീരാണ്. അതായത് നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആകുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു റെയിൻബോ കളറിൽ ഏഞ്ചൽസിന്റെ ഒരു സപ്പോർട്ടോടുകൂടി, ബ്ലെസ്സിങ്ങോടുകൂടി നിൽക്കുമ്പോൾ നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആവുകയാണ്. നിങ്ങളിലേക്ക് എനർജികൾ ഇങ്ങനെ, പോസിറ്റീവ് എനർജികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഒരു ചാനൽ പോലെ നിന്നിട്ട് യൂണിവേഴ്സിന്റെ പോസിറ്റീവ് എനർജി മുഴുവൻ റിസീവ് ചെയ്യാനായിട്ട് പോകുന്നൊരു സമയം. അതാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള ഒരു ബ്ലെസ്സിങ്സ്. 3 മാസത്തിനുള്ളിൽ നിങ്ങളിലേക്ക് അനുഭവിക്കാൻ വരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതെല്ലാമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിന്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ ബെലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണ്, പേഴ്സണൽ കൺസൾട്ടേഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സൈക്കോളജിക്കൽ സെഷൻ ആവശ്യമാണ്, മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആൻഡ് സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് ഗൈഡൻസസ് ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്, നമുക്കപ്പം ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 3 പീസ് കീപ്പർ സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ഒരു 3 മന്ത്സിനുള്ളിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. ബാലൻസ്. ഓക്കെ, ഗ്രേറ്റ്. I bring a state of perfect harmony into my world and I do so without judgment എന്നുള്ളതാണ്. കൂടുതൽ കാർഡ്സ് എടുക്കാം. Your desires are within reach. Okay, shower of prosperity. 44 number, ഇവിടെ 36. 9 luck is in your favor. നമുക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻ എടുക്കാം. നിങ്ങളുടെ ടാരോട്ട് കാർഡ്സ് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. 3 മന്ത്സിനുള്ളിൽ ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ്. പേജ് ഓഫ് കപ്സ്, the hermit and the lovers. Okay, 2 of wands, knight of wands. Okay, 5 of swords, one more card, 3 of cups. Okay, bottom energy, wheel of fortune, again luck. ഇവിടെ ഈ ഒരു ബാലൻസ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളൊരു ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഒരു മെന്റാലിറ്റിയിൽ നിന്ന് മാറി ഓരോ വ്യക്തികളുടെ ഷൂസിൽ നിന്നുകൊണ്ട് അവരുടെ മോട്ടീവ്സ് എന്താണ്, അവരുടെ സൈഡ് എന്തായിരിക്കും, അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ
ഡിവൈൻ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവാണ്, വളരെ ഡിവൈൻ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് ലെസൺസ് ഓരോ സാഹചര്യത്തിൽ നിന്നും പഠിക്കാനുണ്ടാവും. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, അത് ശരിയാണ്. പക്ഷെ മനസ്സിലാക്കുക, അവിടെ നിങ്ങൾക്ക് പഠിക്കാൻ എന്തൊക്കെയോ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ ഡിവൈൻ കൊണ്ടുവച്ചിരിക്കുന്നത്. അതായത് ഓരോ സാഹചര്യം ഉണ്ടാകുന്ന സമയത്തും അവരെന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തിരിക്കുക, അവർ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് കൂടെ നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഇമോഷണൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. പ്രോബ്ലത്തിൽ നിന്നും നിങ്ങളെ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് ആ സാഹചര്യത്തെ വീക്ഷിക്കുക. അവിടെ നിങ്ങൾക്ക് സൊല്യൂഷൻസ് കിട്ടുന്നു എന്ന് മാത്രമല്ല, ഒരുപാട് ലെസൺസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അതായത് ഈ പീസ് കീപ്പറും നിങ്ങളോട് പറയുന്നത് തന്നെയാണ്, ഹാർമോണിയസ് റെസല്യൂഷൻ ആസ് പോസിബിൾ. അതൊരു പീസാണ്, ഒരു സമാധാനമാണ് നിങ്ങളുടെ സോൾ ഇപ്പം ക്യാരി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കലഹം ഒഴിവാക്കുക എന്നുള്ളതാണ്. കോൺഫ്ലിക്ട്സ് ആർ കമ്മിങ് ടു ആൻ എൻഡ്, അതായത് വഴക്കുകൾ അവസാനിക്കാനും പോകുന്ന ഒരു സമയമാണ്. എന്നിരുന്നാലും നിങ്ങൾക്കൊരു പ്രഷർ പോയിന്റിൽ നിൽക്കുമ്പോഴാണെങ്കിലും ഒരു സ്ട്രെസ്സിലൊക്കെ നിൽക്കുമ്പോഴും നിങ്ങൾക്കൊരു ഹയർ പാത്ത് എടുക്കാനായിട്ടുള്ള ഒരു എനർജി ഉണ്ടാവുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് എന്താണ് റൈറ്റ് ആയിട്ടുള്ളത്, വാട്ട് ഈസ് യുവർ റൈറ്റ്, നിങ്ങളുടെ റൈറ്റിന് വേണ്ടിയിട്ട് സംസാരിക്കാനും എഴുന്നേറ്റ് നിൽക്കാനുമുള്ള ആ ഒരു ധൈര്യം, എല്ലാ സാഹചര്യത്തിലും ഒരു ഹയർ പെർസ്പെക്റ്റീവിൽ പോവുക എന്നുള്ളതാണ് ഈ ഒരു പീസ് കീപ്പർ മെസ്സേജ് വരുന്നത്. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഒരു 3 മാസത്തിനുള്ളിൽ ഉണ്ടാവും. അതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വഴക്കൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണെങ്കിൽ ഫ്രണ്ട്സിനോട്, റിലേറ്റീവ്സിനോട്, പാരൻസിനോട്, സ്പൗസിനോട് ഒക്കെ ഉണ്ടെങ്കിൽ, കുട്ടികളോടൊക്കെ നിങ്ങൾക്ക് അതിനൊക്കെ ഒരു അവസാനം, കാരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങുകയാണ് അവരെന്തുകൊണ്ട് നിങ്ങളോട് വഴക്കിടുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ചിന്താരീതി എന്തായിരിക്കാം, അവരെന്തിൽ കൂടെ ആയിരിക്കും കടന്നു പോവുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് സോൾവ് ചെയ്യാനും എളുപ്പമാണ്. നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവരെ പറഞ്ഞ് തിരുത്താനും, അല്ലെങ്കിൽ അവർക്കൊരു അഡ്വൈസ് കൊടുക്കാനോ, അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്ന് അവരെ ഹെൽപ്പ് ചെയ്യാനോ ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നത്. ഇത് കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോയിട്ടാണ് നിങ്ങൾ ഈ ഒരു ലെസൺ ലേൺ ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് പ്ലാനിങ് വരുന്നുണ്ട്. അതായത് ഇതിങ്ങനെയൊക്കെ കാണാമായിരുന്നല്ലേ, ഇതിങ്ങനെയും ചിന്തിക്കാമായിരുന്നല്ലേ എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് വരാൻ തുടങ്ങുകയാണ്. അവിടെ നിന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം കൊണ്ടുവരുന്നത്. അതിന് നിങ്ങൾ ഒരുപാട് വിസ്ഡം നിങ്ങൾ നേടിയെടുക്കുന്നുണ്ട്, നിങ്ങൾ കൂടുതൽ അറിവുകൾ നേടാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ പാസ്റ്റ് ലൈഫ് എന്നുള്ള ഒരു സോൾമേറ്റിന്റെ ഹെൽപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ്ങർ ആവുന്നുണ്ട്. സിംഗിൾസ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈവൻ നിങ്ങൾക്കൊരു മാരേജ് വരെ പോസിബിൾ ആവുന്നുണ്ട് വിത്ത് യുവർ സോൾമേറ്റ്. ആൻഡ് ഇത്രയും കാലം ഉണ്ടായിരുന്ന ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അത് ഡിസിഷൻ മേക്കിങ്ങിന് ഉപരിയായിട്ട് എന്ത് ആക്ഷൻ ഞാൻ എടുക്കണം എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ ട്രാവലൊക്കെ പോസിബിൾ ആകുന്ന ഒരു സമയമാണ്. എസ്പെഷ്യലി കോൾഡ് കൺട്രീസിലേക്കൊക്കെ ഒരു ട്രാവൽ ഉണ്ടാവുന്നുണ്ട്. ഓൾസോ ഡെസേർട്ട് ലാൻഡിലേക്കൊക്കെ ട്രാവൽ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ പാഷൻ നിങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ആ പഴയ നിങ്ങൾക്ക് എവിടെ വെച്ചോ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ നിങ്ങളെ നിങ്ങൾ വീണ്ടെടുക്കുന്നുണ്ട്. അതുപോലെ നഷ്ടബോധം എന്നുള്ളതിൽ നിന്നും നിങ്ങൾ ഒരു സെലിബ്രേഷൻ എന്ന ലെവലിലേക്ക് ഉയരാൻ പോകുന്നുണ്ട്. നിങ്ങൾ വളരെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളുടെ മുൻപിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ അതൊന്നും മനസ്സിലാക്കുന്നില്ല. കൂടുതലായിട്ട് നിങ്ങൾ ബട്ടർഫ്ലൈസിനെ കാണുക, ഏഞ്ചൽ നമ്പേഴ്സ് കാണുക, ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 3 മനസ്സിലാക്കുക. നിങ്ങൾ എവിടെയൊക്കെയോ നിങ്ങളുടെ സ്ട്രെസ്സിൽ നിന്ന് പുറത്ത് വന്ന് നിങ്ങൾ ആ ഒരു സർട്ടിൽ ആയിട്ടുള്ള ഇമോഷണൽ സ്റ്റേറ്റിലേക്ക്, പീസ്ഫുൾ ആയിട്ടുള്ള കാം ആയിട്ടുള്ള ഇമോഷണൽ സ്റ്റേറ്റിൽ നിങ്ങൾ എത്തിയതുകൊണ്ടാണ് നിങ്ങൾ ഈ സൈൻസ് എല്ലാം കാണുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന സൈൻസ് എല്ലാം കാണുന്നതും അതിൻ്റെ പുറകെ നിങ്ങൾ ചേസ് ചെയ്തു പോകുന്നതും അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നതും
ആ ഇൻഫർമേഷൻസിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാനായിട്ടുള്ള സ്റ്റെപ്സ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നതുമൊക്കെ നിങ്ങളുടെ പ്രോഗ്രസിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം നിങ്ങൾ സ്ട്രെസ്സിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കാണാൻ സാധിക്കില്ല. നിങ്ങളുടെ മുമ്പിൽ കൂടെ ബട്ടർഫ്ലൈ പോകുന്നുണ്ട്, അന്നേരവും പോകുന്നുണ്ട്, ഇപ്പോഴും പോകുന്നുണ്ട്, അന്നേരം നിങ്ങളൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ കാണാൻ തുടങ്ങി, അതിന്റെ അർത്ഥം നിങ്ങളിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു കഴിഞ്ഞു. ഇനി ആ ട്രാൻസ്ഫോർമേഷൻ എവിടെ കൊണ്ട് എത്തിക്കണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സോ ഇത് മനസ്സിലാക്കുക അടിസ്ഥാനപരമായിട്ട്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഡിസയേഴ്സ് എല്ലാം നിങ്ങൾ എത്തിപ്പിടിക്കാൻ പോവാണ്. അതായത് നിങ്ങൾ ട്രാൻസ്ഫോർമേഷനിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഗോൾസ് എല്ലാം എത്തിപ്പിടിക്കാം എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയി, നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. ആ ഒരു ഫെയ്ത്ത് വെക്കുക. ടൈമിങ്, ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാകുന്നുണ്ട്, സർപ്രൈസസ്, വെഡ്ഡിങ്സ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓൺ മാരേജ് നിങ്ങൾക്ക് നടക്കാനുള്ള സാധ്യതകൾ, പ്ലാൻ ചെയ്യാനുള്ള സാധ്യതകൾ, നിങ്ങളിലേക്ക് പ്രപ്പോസൽസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഫിസിക്കലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഹീൽ ആകുന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായിട്ട് ഹെൽത്ത് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആകുന്ന ഒരു സമയമാണ്. കൂടാതെ നിങ്ങളുടെ ഫിനാൻസുമായിട്ടുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. അതായത് ലാക്ക് എന്ന് പറയുന്നത് ഇല്ലായ്മ, അതല്ലെങ്കിൽ അടിസ്ഥാനപരമായ നീഡ്സ് മാത്രം മീറ്റ് ചെയ്താൽ മതി എന്നൊക്കെയുള്ള ഒരു തോട്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ ഒരു ഈഗോയിൽ നിന്ന് വരുന്നതാണ്. അതായത് ലാക്ക് എപ്പോഴും ഈഗോ സെൽഫിൽ നിന്ന് വരുന്നതാണ്. അതായത് ഒരു ഈഗോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ആ ഈഗോ നിങ്ങളൊന്ന് എടുത്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ട്രാൻസ്ഫോർമേഷനിലാണ്. ഈ കുറച്ചുകൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഈഗോ കുറഞ്ഞു വരുന്ന സമയത്ത് മണിയുമായിട്ടുള്ള നിങ്ങളുടെ ഇക്വേഷൻ മാറും എന്നുള്ളതാണ്. സോ അബൻഡൻസ് നിങ്ങളെ അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്ക് ഒരു ഭയം ഉണ്ടാവില്ല, കാരണം നിങ്ങൾ ഡിവൈൻ്റെ ചൈൽഡാണ്. ആൻഡ് ഈ ഒരു ഭൂമിയിൽ മെറ്റീരിയലിസ്റ്റിക്കലി ആണ് റൺ ചെയ്യുന്നത്. അതായത് മണി ബേസ്ഡ് ആണ് ഇവിടുത്തെ ട്രാൻസാക്ഷൻ. അപ്പോൾ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പ്രോസ്പെറിറ്റി ആവശ്യമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ സോൾ അവെയർ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹാപ്പി ആക്കാൻ വേണ്ടി നിങ്ങളുടെ സോൾ ഇതെല്ലാം നിങ്ങൾക്ക് കൊണ്ടുതരും എന്നുള്ളത് വിശ്വസിക്കുക. നിങ്ങൾ ഇതെല്ലാം റിസീവ് ചെയ്യാനായിട്ട് ഡിസേർവിങ് തന്നെയാണ്. ഇതെല്ലാം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. സോ നിങ്ങളുടെ വെൽത്ത് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് നിങ്ങൾക്ക് വരുന്നുണ്ട്. വിതിൻ 3 months ടൈം പീരീഡ് നിങ്ങളുടെ ലൈഫ് മാസീവായിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയാണ് എന്നുള്ളതാണ്. ഓക്കെ, യെസ്. സോ ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആണ് ആവശ്യം, പേഴ്സണൽ റീഡിംഗ് ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ സെഷൻ ആവശ്യമാണ്, മൈൻഡ് മാസ്റ്ററി ലെസൺ ഒക്കെ ആവശ്യമാണ്, സ്പിരിച്വൽ ഗൈഡൻസ് സെഷൻ ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്. സോ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു ടോപ്പിക്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ടേക്ക് കെയർ, ബൈ.